ട്രാവലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ദീപാവലി ആശംസിക്കുന്നു. അതേപോലെ തന്നെ യാത്ര ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ യാത്രയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഓഷ്യൻ ഭാഗങ്ങളാണ് ഇതെല്ലാം. ബൺബറിയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു മാൻഗ്രോവ് അതിലേക്കാണ് എത്തിയിരിക്കുന്നത്. മാൻഗ്രോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടാവില്ല, എന്നാലും ഒരു പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ അതുതാ ഈ കാണുന്നതാണ് ഇങ്ങനത്തെ പ്ലേസ്. ഉണ്ടെങ്കിൽ ഇത് സോൾട്ടി വാട്ടർ ആണ്. എസ്പെഷ്യലി ഇപ്പോൾ ഇതിലാണ് ഈ പ്ലാന്റ്സ് എല്ലാം ലിവ് ചെയ്യുന്നത്. ആൻഡ് മാത്രമല്ല ഇത് ലോ ഇൻ ഓക്സിജൻ ഹൈ ഇൻ സോൾട്ടാണ്. പിന്നെ എങ്ങനെയാണ് ഇതിലെ അഡാപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സർവൈവ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ട്സ് എല്ലാം ഒരു പ്രത്യേക ടൈപ്പിൽ ഫോഴ്സുകൾ ഉണ്ടാക്കി ആ സോൾട്ടിനെ എക്സസ് സോൾട്ടിനെ അത് കുറച്ച് എന്താ പറയുക ഡിക്രീസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവർ ലിവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ദേ ആർ മാംഗ്രോവ്സ്, ദേ ആർ അഡാപ്റ്റഡ് ടു ദിസ് എൻവയോൺമെൻറ്റ്. ഇതാണ് ബൺബറി ഫാമേഴ്സ് മാർക്കറ്റ്. ഫാമേഴ്സ് മാർക്കറ്റ് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഫാമേഴ്സ് മാർക്കറ്റ് ആകുമ്പോൾ നമുക്കറിയാലോ, ഇറ്റ്സ് ഹെവിലി ഓർഗാനിക്. ഭയങ്കര വിലയാണ്. നമ്മുടെ ഇടയ്ക്ക് പോയിട്ട് സാറിന് മേടിക്കുന്നത് നല്ലത്. ഹയസ്റ്റ് പോയിന്റ് ആ ടോപ്പിൽ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൺബറി കംപ്ലീറ്റ് ആയിട്ട് കാണാമെന്നാണ് പറയണത്. ഇവിടെയാണ് കേട്ടോ ലൈറ്റ് ഹൗസ് ഉള്ളത്. ഇനി നമ്മൾ പോകുന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്തിലെ ബസൽട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് ബസൽട്ടൺ ജെട്ടിയാണ് വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഇവിടെ എന്താണ് വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ദ ലോങ്സ്റ്റ് വുഡൻ പൈൽ ജെട്ടി ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. 1865 പണി കഴിച്ചിരിക്കുന്നത്. പിന്നെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ ആണ് ഈ സോളാർ പവർ ട്രെയിൻ. പിന്നെ ഈ ട്രെയിൻ ചെന്ന് എത്തുന്നത് എന്ന് പറയുന്നത് അണ്ടർ വാട്ടർ ഒബ്സർവേറ്ററിയിലേക്കാണ്. അപ്പോൾ നമുക്ക് സീ സർഫസ് എല്ലാം കാണാൻ പറ്റും. ആ വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ട്രാമ് നമുക്ക് ഇനി 2 അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ട്രാം എത്തില്ല. 1.8 കിലോമീറ്റർ ദിവസം നടന്നു. ഈ ഒരു സംഭവം നമുക്ക് ഞാൻ കാണിച്ചു തരാം. എന്താണ് ഇതിൻ്റെ അടിയിൽ എന്നുള്ളതല്ലേ, അത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം. പെട്ടെന്ന് കണ്ടിട്ട് വരാൻ പറ്റില്ല, നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ വന്ന ട്രാവലുള്ള ആൾക്കാർ കണ്ടതിന് ശേഷം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ടൈമിങ്ങൊക്കെ ഇങ്ങനെ കൈ പിടിച്ചൊക്കെ വരാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. അപ്പോൾ അതിന് ടിക്കറ്റ് വിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് എഡൽറ്റിനും അതിനും ഈ പ്രൈസാണ്. ഞാനത് ഇതിൽ ഇവിടെ എഴുതാം, എവിടെയെങ്കിലൊക്കെ കൊടുക്കാം. അങ്ങനെ ഓൾക്ക് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. Have you seen this? Underwater. Ooh. Oh, it's such a cool. Oh. ഇത് സീയാണ് കേട്ടോ, അല്ലാതെ അക്വേറിയൊന്നുമല്ല. Stop wasting so much time and everything. ഞാൻ വെള്ളത്തിൽ വീഴുന്ന തോന്നുന്നു. ഇങ്ങനെ നമ്മളെ കയറ്റിയില്ലേ ഈ ട്രാമുകാർ, എടുക്കണ്ടായിരുന്നു. നമ്മൾ ബസൽട്ടണിലൊന്നും ഇവിടെ പറയുകയാണ്. ഡാൻസ്ബ്ര എന്ന് പറയുന്ന സ്ഥലം. ഡാൻസ്ബ്രോ 15 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ബസൽട്ടണിൽ നിന്ന്. ഡാൻസ്ബ്രോയിലുള്ള സിമ്മോസ് ഐസ്ക്രീം ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയണത്. പക്ഷേ കട 10 to 5 ഉള്ളൂ. പോണ വഴിയൊക്കെ നല്ല രസമൊക്കെ. കടൽ കണ്ട ഇതാ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോയിട്ട് കൊണ്ടിരിക്കുന്നത്. നമ്മൾ
ഞങ്ങൾ യാലിംഗപ്പ് നാഷണൽ പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോറി, തെറ്റി, ഇതല്ല. ഇനി നടന്നത്രയും അങ്ങോട്ട് നോക്കണം. ഇതെല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ യാലിംഗപ്പ് ലൈറ്റ് ഹൗസ് കാണാനാണ് പോയത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനുമുള്ള എല്ലാ സ്ഥലങ്ങളും കാണാം. പക്ഷെ അത് വൻ പരാജയമായിരുന്നു. സാരമില്ല. കനാൽ റോക്സ് അല്ല, ഏത് സ്ഥലത്തത് വണ്ടി വരുന്ന ബാക്കില്? ഇത് കനാൽ റോക്സ് ആണ്. സ്ഥലം എവിടെയാണത്? കനാൽ റോക്ക് ബണ്ടറി Dude, look at that view over there. ഇത് കണ്ടോ, ഇത് കനാൽ റോക്സ്. ഈ കനാല് പോലെ ഉള്ളത് കാരണം കൊണ്ടാണെന്നാണ് ദുർബലമായ സംശയം. ഇത് കണ്ടോ, ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, നല്ല വ്യൂ ആണ്. ഇതവിടെ നോക്ക്, ആ വാട്ടറൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. ഇതിലൊക്കെ തട്ടി തട്ടി വരുന്നു. അതേമാതിരി തന്നെ ഇവിടെയും ഇതിൻ്റെ ഉള്ളിലും. ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ട്. നല്ല ടൈമായിപ്പോയി, സൺസെറ്റ് ആകുമ്പോൾ. ഉണ്ടോ, അവിടെയൊക്കെ ഒറ്റം വരുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ വെയിറ്റിംഗ് ഫോർ ദ സൺസെറ്റ്, അതാണ് മെയിനായിട്ട്. അതിനാണ് ഇവിടെ ഇത്രയും പേര് കാത്തിരിക്കണം. തന്നെ ഞാൻ കാണിച്ചത്, സൺസെറ്റ് പിടിക്കാൻ നിൽക്കുമ്പോൾ ഇപ്പം നോക്കി കിടന്നു മലഞ്ചു എന്തൊക്കെ കഷ്ടപ്പാടുകളാണ്. ഓക്കെ, ക്ലിയർലി ഇഞ്ചിഡപ്പ് സ്പ്രിങ് എന്ന് പറയാം. അതായത് ഒരു സ്പാ പോലെ വാട്ടറുള്ളൊരു സ്ഥലം എന്നാണ് എന്നോട് ആദ്യത്തേന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് പോയി നോക്കാം ഇതൊക്കെ എവിടെയാണ് ഉള്ളതെന്ന് വെച്ച്. ഇതും നമ്മൾ ലാസ്റ്റ്ലി എവിടെ പോയത്? നമ്മളിപ്പോൾ കനാൽ റോക്ക്. നമ്മൾ ആ കനാൽ റോക്ക് കണ്ടോ, അവിടേക്കാണ് പോയത്. ഇതിങ്ങനെ ഒരു യു ഷേപ്പ് മാതിരിയാണ് കണ്ടോ ഇവിടേക്ക്. ഈ ഒരു ഏരിയ, ഈ സ്പാ എന്ന് പറയുന്ന ഏരിയ, ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിച്ചുതരാം. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് കനാൽ റോക്ക് നമ്മൾ പോയത്. ഇതൊരു സാങ്ച്വറി സോൺ. അപ്പോൾ ഇതൊരു ഇങ്ങനൊരു ഏരിയയാണ് കണ്ടോ, ബ്ലൂ ആയിട്ടുള്ള. ഇത് നല്ല ചെളി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു ലൈക്ക് തരിക, കമൻറ്റ് തരിക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരേക്ക് നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ.